ചൂടി മുകിലാരപ്പട്ട് ചുറ്റി. എന്താ രാവിലെ എന്താ തൊമ്മൻചാണ്ടി കളിക്ക് വന്നു ജോലിയടാ? പിന്നെ ഉറങ്ങുക ഇത് മാത്രമേ നിനക്ക് ജോലി? മുതലാളി ഇങ്ങനെ കാലത്ത് തന്നെ വിളിച്ചു ചീത്ത പറയാൻ ഞാനൊന്നും ചെയ്തില്ലല്ലോ. നീ ഒന്നും ചെയ്തില്ല, അതുകൊണ്ടാ വഴക്ക് പറയുന്നത്. നീ പൊറോട്ടയുടെ മാവ് ഒഴിച്ചോ? അതൊക്കെ എപ്പോഴാ കുഴച്ചു വെച്ചാക്കണ്ട് നോക്കിയേ ഇവിടെ. എടാ ഇതിന്റെ മേളിലാണോ നീ തല വെച്ചത്? പിന്നെ എനിക്ക് തല വെക്കാനായിട്ട് എന്തെങ്കിലും വേണ്ടേ? നീ വല്ല വണ്ടിയുടെ വടിയിലും തല വെക്കണം. എന്നാ പിന്നെ കച്ചവടം തീർന്നു. ഓഹോ, ഈ ചുമ്മാ അല്ല, നിന്റെ തല മുടിയൊന്നും ഇല്ല. മുടിയെല്ലാം പൊറോട്ടയോട് നാട്ടുകാർ തിന്നു. അതിന്റെ റോയൽറ്റി ഞാൻ ചോദിച്ചു മേടിച്ചോ. റോയൽറ്റി തരാം. നീ ആ റാന്തലെടുത്ത് അതിന്റെ മുകളിലോട്ടും തൂക്കി. എന്റെ റാന്തലെടുത്ത് മുകളിലോട്ട് തൂക്കാൻ. റാന്തല? എന്റെ മുതലാളി ഇവിടെ വന്നേ. എന്ത്? ഞാൻ ഈ പൊറോട്ട അടിച്ച് എനിക്ക് കൈവേദനയാണെന്ന് അറിയില്ലേ? ഈ വേദനയുള്ള കൈയും കൊണ്ട് ഞാൻ ഈ റാന്തൽ ഇത്ര ഹൈറ്റിൽ തൂക്കി കഴിഞ്ഞാൽ എനിക്ക് വേദന കൂടൂലേ? അതല്ലേ ഞാൻ തൂക്കാത്തത്. മുതലാളിക്കൊന്ന് തൂക്കിക്കൂടെ? ഇത് കണ്ടോ ഈ മാവ്? ഞാൻ ഇതിപ്പോ എടുത്ത് നീ പറഞ്ഞതിന് പ്രകാരം ഞാൻ ഇതിപ്പോ എടുത്ത് ഇങ്ങനെ തൂക്കുവാ. അന്നേരം ഈ മാവ് ഇതേ പറ്റും, ഇതേന്ന് മണ്ണെണ്ണ എന്റെ കയ്യിൽ പറ്റും, നാട്ടുകാർ ചീത്ത വിളിക്കും. അതുകൊണ്ടാണ് ഞാൻ തൂക്കാതെ നിന്നോട് തൂക്കാൻ പറഞ്ഞത്. വിജയൻ ചേട്ടാ, ഒരുപാട് കണ്ണിച്ചോരില്ലാത്ത വർത്താനം പറയരുത്. ഞാൻ ഡോക്ടറെ കണ്ടപ്പോ എന്റെ എല്ലിന് തേയ്മാനം എന്നാ പറഞ്ഞാക്കണത്. ഈ എല്ലിന് തേയ്മാനം വെച്ച കൈയും കൊണ്ട് ഞാൻ ഇത്ര ഹൈറ്റിൽ ഇത് തൂക്കി കഴിച്ചാൽ ഞാൻ അവിടെ ആര് പൊറോട്ട അടിക്കും? അതല്ലേ ഞാൻ വിജയൻ ചേട്ടനോട് തൂക്കാൻ പറഞ്ഞേ. എടാ മണ്ണെണ്ണ കയ്യെ പറ്റുമെന്ന്, അതുകൊണ്ടല്ലേ ഈ തൂക്കാൻ ബുദ്ധിമുട്ട്. അവിടെ ആരും തൂക്കട്ടെ, കഴിയില്ലേ? സാമ്പാർ ഉണ്ടാക്കാൻ ഇത്രയും കാലമായിട്ട് എന്നെ മനസ്സിലാക്കിയില്ലല്ലോ. സാമ്പാറൊക്കെ ഞാൻ മിളിഞ്ഞനാളെ ശരിയാക്കിയാ. എന്നാ ഉണ്ടാക്കി? മിളിഞ്ഞനാളെ. എടാ മെനഞ്ഞാന്ന് ഉണ്ടാക്കിയത് നാട്ടുകാരോട് പറയാതെ, അവര് ചീത്ത വിളിക്കും. ഇന്നലെ ഉണ്ടാക്കിയെന്ന് പറയണം. എന്നുണ്ടാക്കിയാലും ഇപ്പൊ എല്ലാ ദിവസവും പറയണ പോലെ സാമ്പാർ കൂടിപ്പോയി കളഞ്ഞ് ചീത്ത പറയാൻ നിൽക്കരുത്. ഇന്ന് ഞാൻ ആവശ്യത്തിന് ഉണ്ടാക്കിയിട്ടുള്ളൂ. പിന്നെ ഗുഡ് ബോയ്, നന്നായിരിക്കുന്നു. മനസ്സിലായി. എടാ പ്രഭാത ദിനപത്രം കൊണ്ടുവന്ന സമയം ഇപ്പോഴാണോടാ? എന്നിട്ടാ ഞാൻ എത്ര വീട്ടിലെല്ലാം കയറി ഇറങ്ങി നടന്നിട്ടാണ് ഇത്രയും വരെ വരുന്നത്. നിന്നോട് ഞാൻ പറഞ്ഞല്ലോ ഒരു വണ്ടി മേടിക്കാൻ. വണ്ടി മേടിക്കാനോ? 350 പത്രം ഞാൻ BMW കാറിന് മേടിക്കാൻ. അല്ല, വേറൊരു കാര്യമുണ്ട് കേട്ടോ. അവന്റെ രാവിലെയുള്ള ഈ നടപ്പ് അവന്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അതെ അതെ, രാവിലെ ഉള്ളവന്റെ നടത്തം ആരോഗ്യത്തിന് നല്ലതാ. പക്ഷെ രാത്രി ഉള്ളവന്റെ ദുർനടത്തം അത് ആരോഗ്യത്തിന് കാര്യകരം ചെയ്യണോട്ടെ, നിർത്തണം. എന്തോ അവനൊരു ചായ എടുത്തു കൊടുത്തേ. വിജയൻ ചേട്ടാ, എന്തോ അവനൊരു ചായ എടുത്തു കൊടുത്തേ. ഇവിടെ അത് ഞാൻ ചെയ്യണോ? തർക്കിക്കണ്ട, ഞാൻ തന്നെ ഒഴിച്ചെടുത്തോ. പൊന്നത്തിനെടുക്കണ്ട, പാല് കൂടുതൽ ഒഴിച്ചെടുക്കാനല്ലേ. അങ്ങോട്ട് മാറിയില്ല, പോടാ. ഞാൻ എടുത്തോളാം. കഴിക്കാനുള്ള കഴിക്കാൻ എന്തുണ്ട്? കഴിക്കാൻ ചൂടുള്ള പൊറോട്ട, നല്ല വളിച്ച സാമ്പാർ, തിളച്ച സാമ്പാർ. സാമ്പാറാണോ ഉണ്ടാക്കിയ? സാമ്പാർ ഞാനാ ഉണ്ടാക്കിയത്. ആണോ? വെരി ഗുഡ്. എടുക്കട്ടെ? അപ്പൊ സാമ്പാർ വേണം, 2 പൊറോട്ട മാത്രം മതി. ഈ കാലത്ത് തന്നെ കാലിപ്പൊറോട്ട നിനക്ക് നാണാവൂലേ? അങ്ങനെ തന്റെ പറ്റില്ല ചിക്കൻ ബിരിയാണി പറ. വേണ്ട, കാലിപ്പൊറോട്ട ബെസ്റ്റ്. കാലത്ത് അത് തന്നെ നല്ലത്. അവന് കുറച്ച് പൊറോട്ട കൊടു. എന്തോ പൊറോട്ട കൊടുക്കാൻ? വിജയൻ ചേട്ടോ, എന്തോ കസ്റ്റമർക്ക് 2 പൊറോട്ട കൊടുക്ക. ഞാൻ ഭാവിച്ച് വല്ലതും മേടിച്ചു കൊടുത്തോളാം. നീ അതും വന്ന് ഞാൻ തന്നെ എടുക്കണോ? വേണ്ട, എനിക്കറിയാലോ. അത് ആകെ 2 കയ്യോളട്ട. പൊറോട്ട അടിക്കണം, സാമ്പാർ ഉണ്ടാക്കണം, കസ്റ്റമർക്ക് പൊറോട്ട കൊടുക്കണമെന്ന് പറഞ്ഞാ കേറ്റേ. ചേട്ടോ, എന്തോ ഹാർഡാണല്ലോ. ഹാർഡാണല്ലോ. റേഷൻ കാർഡാണോ അതോ പാൻ കാർഡാണോ? ഈ പൊറോട്ട ഹാർഡാണ്. ദാസാ, എന്തോ പറയുന്ന കേട്ടോ, പൊറോട്ട ഹാർഡാണെന്ന്. ഭയങ്കര. ഒരു പൊറോട്ട എങ്ങനെ ഹാർഡാകാതിരിക്കും? നീ ഒന്ന് ആലോചിച്ച് നോക്കി. ലോകത്ത് ഇത്രയും കൂടുതൽ പീഡനങ്ങൾ അനുഭവിക്കുന്ന ഒരു പലഹാരം ലോകത്തിലുണ്ടോടാ? നീ മനസ്സിലാക്കണം. ഇത് അതായത് മാവ് അങ്ങോട്ട് കൊണ്ടിടുന്നു, എണ്ണ ഒഴിക്കുന്നു, ഉപ്പിടുന്നു, മുട്ട പൊട്ടിച്ചൊഴിക്കുന്നു, എന്നിട്ട് പിന്നെ അങ്ങ് കുഴയാ അവിടെ. അതിനെ വലിച്ച് കീറി പൊടുത്ത് വെച്ചുകൊണ്ട് അങ്ങോട്ട് കുഴച്ചൊരു ഡെസ്കിൻ്റെ മണ്ടയ്ക്ക് കൊണ്ടങ്ങ് സ്ഥാപിക്കുക. എന്നിട്ട് അതുകൊണ്ട് തീരുന്നില്ല. അതാണ്ട് ഇങ്ങനെ അങ്ങോട്ട് പിടിച്ചിട്ട് ഇവനെ അങ്ങോട്ട് മലത്തി അങ്ങോട്ട് ഇട്ടിട്ട് അവൻ്റെ തോളക്കിടങ്ങ് തോർത്ത് കണ്ടോ, ഈ നാറുന്ന തോർത്ത്, ഇതെടുത്ത് അതിൻ്റെ മണ്ടയ്ക്ക് അങ്ങ് മൂടുക. നാറ്റം സഹിക്കാൻ വയ്യാഞ്ഞിട്ട് അതൊരു അക്ഷരം പറയുന്നുണ്ടോ ഒരു മനുഷ്യന്? ഇല്ല. സമാധാനമായിട്ട് അവിടുത്തെ കിടക്കുന്നുണ്ട്. അതാണ്ട് ഓടി അങ്ങോട്ട് ഇങ്ങോട്ട് പിടിച്ചിട്ട് പോലീസുകാർ ഉരുട്ടുന്ന പോലെ അങ്ങ് ഉരുട്ടുക. ഉരുട്ടിയിട്ട് എണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനൊരു തടവ്. എന്നിട്ട് പെടലിക്ക് അങ്ങോട്ട് പിടിച്ച് നൂത്ത് അങ്ങോട്ട് നിർത്തിയിട്ട് അടിപ്പള്ളക്ക് ഒരൊറ്റ ഇടിയാ. ഇങ്ങനെ അങ്ങോട്ട് കുത്തി കഴിയുമ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ബോൾ പോലെ വീർത്ത് വരും. പെടലിക്ക് അങ്ങോട്ട് പിടിച്ച് ചരിച്ചങ്ങോട്ട് ഡെസ്കിൻ്റെ മണ്ടയ്ക്ക് ഒരൊറ്റ കയറി. തീർന്നില്ലടാ, ആ പാവത്തിനെ വീണ്ടും എടുത്ത് ഈ ഡെസ്കിൻ്റെ മണ്ടയ്ക്ക് വെച്ചിട്ട് അടിച്ചൊരു പരത്തി കഴിഞ്ഞിട്ടുണ്ടല്ലോ, കംസൻ അടിക്കുന്ന പോലെ വലിച്ചു കയറി താണ്ട കിടക്കുന്നു. തീർന്നില്ല. എന്നിട്ട് ഇവിടെ കിടക്കുന്ന സ്പൂൺ എടുത്ത് ഇതിന്റെ നെഞ്ചത്തൂടെ ഒരൊറ്റ 2 പീസാകുക ഈ സാധനം. എന്നിട്ട് ഇതിന്റെ കാലെ പിടിച്ച് തൂക്കിയെടുത്ത് ആഴ്ച കറക്കിയിട്ട് വീണ്ടും ഒരേ താണ്ട കിടക്കുന്നു. തീർന്നെന്ന് വിചാരിച്ച ആ പാവം അവിടെ ഇരിക്കുന്നത് എവനിങ്ങോട്ട് ഓടി വന്ന് ഈ സാധനം എടുത്ത് വീണ്ടും അടി.
അടിച്ച് പരത്തിയിട്ട് ചുട്ടു പഴുത്ത് കിടക്കുന്ന ദോശക്കല്ലിന്റെ മണ്ടയ്ക്കൊട്ട് ഒറ്റയേറ അയ്യാ പൊള്ളുന്നേ എന്ന് പറയുന്നില്ല ആ പാവം ജീവി. എന്നിട്ട് ചട്ടിലും എടുത്തിട്ട് ഇങ്ങനെ കുത്തിയിട്ട് തിരിച്ചങ്ങിടും. അതിന്റെ മോന്തയും പൊള്ളിക്കും. എന്നിട്ടെടുത്ത് പാത്രത്തിലോട്ട് ഇടുന്നതിന് മുമ്പ് ഇങ്ങനെ അടുക്കി പിടിച്ചെടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് കർണപുടം തകർത്തക്ക രീതിയിൽ 4-5 അടി, എന്നിട്ട് നൂത്ത് തീർത്ത് ഉച്ചയ്ക്ക് ഒരൊറ്റയടി. അതിൻ്റെ വളർച്ചയും നിലച്ച് തീർന്നില്ലേ? എന്നിട്ട് നിന്റെ കൈ കൊണ്ട് തരുമ്പോൾ നീ എരിയുന്ന ഇറച്ചി എടുത്ത് ഇതിനെ മണ്ട പിടിച്ചിട്ട് കാലെ പിടിച്ച് വലിച്ചൊരൊറ്റ കീറല. എടാ ഇത്രയും പീഡനം സഹിക്കുന്ന ഈ പൊറോട്ടയ്ക്ക് ഹാർഡാകാൻ അവകാശമില്ലേടാ. എന്താ നീ എവിടെ പോവാ? പാലും വണ്ടി വന്നോട് പീപ്പിളുടെ ഒച്ചയാക്കുന്നുണ്ട്. പാലും വണ്ടിയല്ല, പത്രം വണ്ടിയാ. അയ്യോ എന്നാടാ പൊറോട്ട തിന്നുന്നില്ലേ? ഈ പാവപ്പെട്ട പൊറോട്ട എനിക്ക് വേണ്ട, ഞാൻ ചായ കുടിച്ചോളാം. ഹലോ, ആരാ ആരാ ഓർഡർ? നീ പോയി ഓർഡർ. ഓർഡറല്ല, ബുക്കിംഗ് മറ്റേ ഇത്. സാർ, ഹലോ സാർ, ഞാനാണ് റെസ്റ്റോറൻറ്റ് മാനേജർ വിജയൻ മുതലാളി. ആ സാർ, ഒരു മിനിറ്റ് ഒന്ന് ചോദിച്ചട്ടെ. ദാസാ, എന്തോ 20 പേർക്കുള്ള സാമ്പാർ കാണുമോ? എത്ര പേർക്ക്? 20 പേർക്ക്. ഒന്ന് ഹോൾഡ് ചെയ്യാൻ പറയണേ. സാർ ഒന്ന് ഹോൾഡ് ചെയ്തോളെ, നോക്കുന്നുണ്ട് കേട്ടോ. ആ ഓക്കെ. വിജയൻ ചേട്ടാ, എന്തോ 20 പേർക്കുള്ള സാമ്പാറുണ്ടെന്ന് പറഞ്ഞോ. ഉണ്ടോ സാർ? 20 പേർക്കുള്ള സാമ്പാറുണ്ട്. ദോശയും സാമ്പാറും തന്നേക്കാം. ഓക്കെ സാർ, പറഞ്ഞാൽ മതി. ഓ ശരി ശരി ശരി. ഇവിടെ കണ്ട് സാമ്പാർ വിളക്കി പൊറോട്ട അടിച്ച് എന്റെ ജീവിതം ഇവിടെ തന്നെ തീരുമെന്ന് തോന്നുന്നുണ്ട്. ആണ്ട പിന്നെയും ഫോണടി. ഇതാരുത്? അവരാ കേട്ടോ. മറ്റേ കക്ഷികളാ. എന്നാ ക്യാൻസൽ ചെയ്തിട്ടുണ്ടാവും. പോടാ അവിടുന്ന്. അതല്ല. ഹലോ സാർ. അയ്യോ സാർ, നോക്കട്ടെ. ദാസാ, എന്തോ? എടാ ഒരു 40 പേർക്കുള്ള സാമ്പാർ കാണുമോ? ഒന്ന് ഹോൾഡ് ചെയ്യാൻ പറയണേ. സാറേ നോക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ. വിജയൻ ചേട്ടാ, ഒരു 42 പേർക്ക് ഉണ്ടാവും. സാറേ 40 അല്ല, 42 പേർക്ക് വേണേലും തരാം. ഇനി പോന്നാ മതി. എന്തോ? ആ വരുന്നുണ്ടോ? ഇപ്പൊ റെഡിയാക്കി വെക്കാം. പോരെ 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 പോരെ. ഓക്കെ. അയ്യോ താണ്ട അവര് വന്ന്. അവരാ? വിജയൻ ചേട്ടോ, എന്തോ ഇട് വന്നേ. എന്താ ഇത് അവരല്ല. ഇല്ല, പിന്നാരാ? ഇത് യൂട്യൂബിൽ നിന്ന് ചാനലുകാരെന്തോ വീഡിയോ ക്യാമറ ഒക്കെ ഉണ്ടാ. പിന്നെ ഞാൻ നമ്മുടെ കട എടുത്തിട്ട് ഗ്രൂപ്പിലൊക്കെ അയച്ചായിരുന്നു, FB വഴിയൊക്കെ. ഈ മറ്റേ നാട്ടിലെ ഊണും തോട്ടിലെ കറി അല്ല, തോട്ടിലെ കറി എന്ന് പറഞ്ഞാൽ തോട്ടിലെ കായലിലേക്ക് നല്ല ഫ്രഷ് മീൻ വെച്ച കറി. അപ്പൊ അതിന്റെ പരിചയത്തിന് വന്നായിരിക്കും. ഞാനില്ലെങ്കിലും കുഴപ്പമില്ല, ചേട്ടൻ എന്തായാലും വേണം. അങ്ങനെ പറയരുത്. അതെ, നീ എന്റെ എല്ലാം ചേട്ടന്റെ പൗഡർ. എന്താ അത്? പൗഡർ അത് അരിപ്പൊടിയാവാ. ഇതാണ് മുതലാളി. ഇതെന്നാ കാണിക്കുവാ? മെയിൻ ഓണർ ഇതാണ്. വിജയ്. നല്ല അഭിനയമാണ്. ഓണറോ? ആര്? കടയുടെ ഓണർ ഞാനാ. ഇവിടെ ഒന്ന് മാറിക്ക്. പരസ്യത്തിന് വന്നല്ലേ? കടയുടെ പരസ്യത്തിന് വന്നല്ലേ? വെറൈറ്റി ഫുഡുകൾ ഞങ്ങൾ ഈ വെറൈറ്റി ഫുഡുകൾ ഉണ്ടാക്കുന്ന കടകൾ തിരക്കി നിങ്ങൾ ഷൂട്ട് ചെയ്ത് യൂട്യൂബിൽ ഇടുന്ന ആൾക്കാരല്ലേ? എനിക്ക് പറഞ്ഞ മനസ്സിലാവുന്നു. വെറൈറ്റി ഭക്ഷണം എന്ത് നിങ്ങൾ പറയുന്നത്? ഇവിടെ ഞങ്ങൾ വെറൈറ്റി ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് അറിഞ്ഞാൽ പോരെ? അല്ല, അത് ഈ ഞണ്ടിന്റെ ഇറച്ചി കളഞ്ഞിട്ട് തൊണ്ട് വെച്ച് തോരൻ വെച്ച് എല്ലാവർക്കും കൊടുക്കും. നല്ല ടേസ്റ്റാണ്. ഞാനാണെങ്കിൽ കൊഞ്ചിന്റെ കൊമ്പ് എടുത്തിട്ട് കൊണ്ടാട്ടുണ്ടാക്കി കൊടുക്കും. സഹോദരന്മാർ, നിങ്ങൾ ഇതിന്റെ മുമ്പ് കിടന്നുണ്ടാക്കണം. ഒന്നും മാറിയുന്നേ, അതെടുക്കട്ടെ. അല്ല, അപ്പൊ നിങ്ങൾ പരിചയക്കാരല്ലേ? സർവേ റോഡിളക്കിയാണെന്ന്. ഓടിളക്കാൻ വന്നു. ശ്രദ്ധിക്കുക, ഓടിളക്കാൻ വന്നല്ല, റോഡ് ഇളക്കാൻ വന്ന. സർവേ പ്രകാരം ഇവിടെ റോഡ് വരാൻ പോകുന്നു. 6 വരി പാത വരാൻ പോകുന്നു. മാറിക്ക്. മനസ്സിലായില്ലേ? എന്നാടാ ഇത് വന്ന് രക്ഷപ്പെടാൻ പോകല്ലേ കള്ള. നമ്മുടെ കടയുടെ ഫ്രണ്ടിൽ കൂടെ 6 വരി പാത വരാൻ പോണ. MH അല്ല, NH. അല്ലാതെ വന്നാ നമുക്ക് എന്ത് വേണം? അത് വന്നാലാ പിന്നെ ആളായി, തിരക്കായി, കച്ചവടമായി, ബഹളമായി, വേറെ ലെവലായി. അങ്ങനെ ഉണ്ടാവും. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം. ജാനകി മെമ്പറും ഞാനുമായിട്ട് നല്ല കണക്ഷൻ, നല്ല പാട്ടാ നാട്ടില്. അതല്ല പറഞ്ഞത്. അപ്പൊ ഞാൻ ചോദിച്ചാൽ അവര് ലോൺ തരും. അങ്ങനെ ആണെങ്കിൽ ഞാൻ ഇവിടെ മാള് വെക്കും. ഉറപ്പ്? ഇവിടെ കള്ളാളെ കഴിച്ച് വലിയ മാളൊക്കെ വെക്കുമ്പോ ഈ പാവപ്പെട്ട പണിക്കാരനെ മറക്കരുതട്ടാ. നീ എന്നാടാ വിജയ് അങ്ങനെ പറയുന്നത്? എന്താ? എടാ എന്റെ മാള് വന്നാൽ നീ മാനേജര് ആണോ? സംശയം. ചേട്ടന്റെ മോള് വരുന്ന നീ പുള്ളി തന്നെ മാനേജർ. പിന്നെ അല്ല, ഇവരെന്താ കടക്കകത്ത് എന്നാ കാണിക്കുവാ? സർവക്കാര് അളക്കാൻ കടക്കകത്ത് എന്താ കാണിക്കുവാ? സാറ് അതിലല്ല
ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ കടയുടെ 6 മീറ്റർ വിട്ടിട്ട് റോഡ് വരാൻ പാടുള്ളൂ. എടാ സർവേ എല്ലാം കൂടെ ഒത്തു കടയുടെ സെന്ററിൽ കൂടെ റോഡ് വരാൻ പോകുന്നത്. നേരെ അല്ലല്ല, അത് ശരിയാവൂല. എവിടെ എന്തോ സെന്റർ അല്ലല്ല, നിങ്ങൾ- ഞങ്ങൾ അളവ് ശരിയല്ല. അളവ് ശരിയല്ല. അളവ് ശരിയല്ല. അളന്നു തരാം, നീ അങ്ങോട്ട് പിടിച്ച്. ഈ 6 മീറ്റർ കൂടെ വിട്ടിട്ടോ. പിന്നെ? നിങ്ങൾ കണക്കെഴുതി വെച്ചോ, കണക്കെഴുതി വെച്ചോ. വലിക്കാതെ അതിഞ്ഞതാ ആഹാ കണക്കെഴുതി വെക്ക്. എടാ ഇങ്ങനെ വിട്ടെ, ഇങ്ങനെ വിട്ടെ. ഇവരിത് എന്തോ കാണിക്കും? അല്ലല്ല, അങ്ങോട്ട് വിടി, ഇവിടെ എത്തി. 6 മീറ്റർ വിട്ടിട്ട് എടാ ഇങ്ങോട്ട് വിടറാ. ഇവിടെ എത്തണ്ട്. നിർത്തേക്ക്. നിങ്ങളല്ല പാലാഴി കടയുവാണോ? എടാ നീ എന്താ ഇതിനകത്ത് കയറിയത്? നിങ്ങൾ ഇവിടെ അളന്നാ മതി, പിടിച്ചാ ഇവിടെ അളന്നാ മതി. എന്റെ കട ഇവിടെ അല്ലല്ല, ചേട്ടാ സമ്മതിക്കില്ലേ? എടുത്തോട്ട് പോടോ. എന്റെ സഹോദരൻ ഇങ്ങോട്ട് നോക്കിയ റോഡ് ഇവിടെ തൊട്ട് ദാ ഇവിടം വരെ വരും. എന്തോന്ന്? കറക്റ്റ് ഇവിടം വരെ വരും. ഇതിലെ റോഡൊന്നും പറയണ്ട. ഇതിപ്പോ ഞങ്ങള് പണി കറക്റ്റ് അല്ലേ? അതൊരു കാര്യം, ആ ഭാഗം നടന്നിട്ടാ. അല്ല സാറേ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ ഇതില് അതില് റോഡ് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ബസ് റൂട്ടും കാര്യങ്ങളൊക്കെ ഇതിലേ ഇല്ലേ? സകല ബസ് ഇതിലേ പോകും. എന്റെ ചേട്ടാ, ഈ പെട്ടിന്റെ പണി കിട്ടിയാന് ഇവിടെ കലമായിട്ട് അവിടെ പോവാ. ഇതിലെ വണ്ടി വന്ന ഈ സാമ്പാറും കലത്തിന്റെ മുകളിൽ കൂടെ കയറി ഇന്ന് ഓർഡർ ഉള്ളതല്ലേ? ഞാനത് മനസ്സിലായി. എടാ പോടാ വിവരക്കേട്. കലവിടെ നാളെയാടാ റോഡ് വരുന്നത്. കലവിടെ കൊണ്ടുപോയി. പ്രശ്നം എന്തായാലും നമുക്കൊന്ന് കണ്ടു കളയാം. ഇതിന് തീരുമാനം. ഞാൻ എത്തി, ഞാൻ അതെ, എത്തി. അതെ, വന്നിട്ട് യ്യോ, ഞാൻ വൈകിയോ? നമസ്തേ. വൈകിയില്ല, എന്നാലും ഇച്ചിരി ലേറ്റ് ആയി പോയി. എന്നിട്ട് എവിടെയായിരുന്നു ഇതുവരെ? ഞാനൊന്ന് മെമ്പർ വാർത്തയൊക്കെ അറിഞ്ഞോ? എന്താണ്? ദാണ്ടെ ഇവിടെ റോഡ് വരാൻ പോവാ. 6 വരി പാത വികസിപ്പിച്ചെടുക്കും. എന്റെ കടയുടെ നടുക്കൂടെ, എവിടെ? ഈ കടയുടെ നടുക്കൂടെ റോഡ് വരാൻ ശ്ശെ, എന്റെ ചേട്ടാ ഷൈൻ ചെയ്യ അങ്ങോട്ട്. ഇനി അങ്ങോട്ട് കച്ചവടം കേറൂലേ? എങ്ങനെ? ഒത്ത നടുക്കല്ലേ ചേട്ടന്റെ കട വന്നേക്കുന്നത് അതെ, റോഡിന്റെ. നേരെ കിടക്കണം. ചേട്ടൻ ഒരു കാര്യം ചെയ്യും, വണ്ടി വരും ഒന്ന് സൈഡ് ഒതുങ്ങി നിന്നാ മതി. ആണാ? ആ. കോമഡിക്ക് സ്ക്രിപ്റ്റ് എഴുതാൻ വന്നതാണ്. എന്തേട്ടാ? മെമ്പറാന്ന് നോക്കുന്നത് എന്റെ വാചൊറിഞ്ഞവരുണ്ട്. ഞാൻ വല്ലതൊക്കെ വിളിച്ച് പറഞ്ഞു അല്ലാണ്ട് ഈ സാധനം എല്ലാം റെഡിയാക്കിയിട്ട് എന്നെ സപ്പോർട്ട് പാവപ്പെട്ടവരെ സഹായിക്കാൻ നിങ്ങൾ പറഞ്ഞിട്ടില്ലായിരുന്നോ? വോട്ട് പിന്നെ കിട്ടാൻ വന്നപ്പം സഹായിക്കാൻ എനിക്ക് അതിനൊന്നും നേരമില്ല. സഹായിച്ചിട്ട് പോയാൽ മതി. നിങ്ങൾ ഇവിടെ സഹായിച്ചിട്ട് പോയാൽ മതി. ജോലി ഉണ്ടോ എവിടെ? എന്റെ വീട്ടില്. ആ, ഇവരുടെ വീട്ടിലെ ജോലി ചെയ്യുന്ന ആരാന്നറിയോ? മറ്റേ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ, ആൻഡ്രോയിഡ് കുഞ്ഞപ്പനോ? അതാര്? നിങ്ങളുടെ ഭർത്താവ്. വിളിക്കടാ. അനാവശ്യം പറഞ്ഞ് എന്റെ കെട്ടിയനെ കുറിച്ച് തോന്നിയ ദിവസം പറയണത്. കെട്ടിയവനെ കുറിച്ച് തോന്നിയാസം പറഞ്ഞു. നിങ്ങൾ ഇതിന് പരിഹാരം ഉണ്ടാക്കിയിട്ട് പോയാൽ മതി. എന്ത് ഇവിടുന്ന് പരിഹാരം? കട വിളിക്കാൻ പറ്റത്തില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ കട തുടങ്ങാനായിട്ട് പറഞ്ഞത് ആരാ? ഞാൻ. ഈ വണ്ടിക്ക് ലോൺ കൊടുത്തത് ആരാ? ഞാൻ. ഈ കട ഇവിടെ തന്നെ വെക്കണമെന്ന് പറഞ്ഞത് ആരാ? ഓ, ഞാൻ. ഇതിനെല്ലാം കാശ് എണ്ണി അണ്ണാക്കിലോട്ട് മേടിച്ചതാരാ? ഞാൻ. ആ, കേട്ടോ? ഞാൻ വെറും നുണ പറയാ. നുണയൊന്നുമല്ല. നോക്കി നിൽക്കോട്ട് വലിച്ച് പുറത്തേക്ക് ഇട്ടടാ. എന്താ വലിച്ചു പൊളിക്കാൻ? വലിച്ചു പൊളിക്കാൻ കൊല്ലും ഞാൻ. അടുത്ത കളയിൽ ഞാനിടും. എന്റെ കാര്യം ആണ്ടെ. അങ്ങനെ കാണിക്കരുത്. ചൂള്. അതെടുക്കരുത്. ഇതെന്താണിത്? ഇതെന്താണിത്? പാർക്കിലൊക്കെ കാണുന്ന കൊരങ്ങൻ കെട്ടിപ്പിടിച്ചിരിക്കണ പോലെ വേസ്റ്റ്. അല്ല, ഇത് എടുക്കരുത്. ഇത് order ഉള്ളതാണ്. ഇത് order ഉള്ളതാണ്. ആരോട് ഒന്ന് പോടോ ഒന്ന് ഇങ്ങോട്ട് താടോ. എടാ വടി കൊല്ലും ഞാൻ. ഈ സാധനത്തെ തൊട്ടുപോരുത്. മാറുന്നു എല്ലാരും മാറി. കട ഇപ്പഴേ വിളിച്ച വികസനം വരണമെന്ന് ആഗ്രഹിക്കുന്ന നാട്ടുകാരാണ് കേട്ടോ. ഇപ്പഴേ വിളിച്ച കട അതോളാം. അതങ്ങനെയാ. ഞങ്ങൾ എന്ത് സാധനം കെട്ടിപ്പൊക്കണോന്ന് വിചാരിച്ച നിമിഷം നേരം കൊണ്ട് പറ്റും. അതുപോലെ പൊളിച്ചിടാനും ഞങ്ങളെ കൊണ്ട് പറ്റും. അതുകൊണ്ട് വിളിച്ചാണോ? എന്റെ മെമ്പറെ നിങ്ങളൊരു ബോധമില്ലാതെ ഇങ്ങനെ ചെയ്തു പോയല്ലോ. കഷ്ടം. ഇതിപ്പോ നമ്മുടെ സർക്കാർ കാര്യം പേപ്പറിലായതേ ഉള്ളൂ. നടപടിക്രമമായിട്ട് ഈ റോഡ് ഇങ്ങനെ വരണമെങ്കിൽ ഒരു 10-25 വർഷമെങ്കിലും എടുക്കും. കുറഞ്ഞതൊരു 10-25 വർഷമെങ്കിലും റോഡ് ഇങ്ങനെ വരാൻ എത്തും. അളവ് അവിടുന്ന് തുടങ്ങിയിട്ടേ ഉള്ളന്നേ. പിടിച്ച ആ സൈഡ് മൊത്തം എടുത്താ നോക്കാം. ഹലോ, 10-25 വർഷം. എത്ര മണിക്ക്? ഞാൻ ദേ വന്നു. ഞാൻ ഇറങ്ങട്ടെ. എവിടെ പോന്ന്? എനിക്ക് പഞ്ചായത്ത് മീറ്റിംഗ് ഉണ്ട്. ഇവിടുന്ന് ഒരടി അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇപ്പുറത്തോട്ടോ മാറ്റി വെച്ചാ മുട്ടുകാരി ഞാൻ വെട്ടി ഓടിക്കുള്ള കാര്യം പറഞ്ഞേക്കും. പിന്നെ താൻ പറയുമ്പോ ഞാൻ അടി വെക്കാൻ പോണല്ലേ? മര്യാദക്ക് പറയാ. സാധനം എല്ലാം പെരുക്കാൻ കടക്കാത്ത പോയി. പിന്നെ താൻ പറയുമ്പോ ചെയ്യാൻ നിക്കണല്ലേ? എവിടെ പോടാ? പൊറോട്ട എടുത്തു വിടാ. അവിടെ എടുത്തു പോയല്ല. ഇതിനൊക്കെ തന്നോട് ഞാൻ പകരം ചോദിക്കോ? എന്താ പകരം ചോദിക്കാൻ? പകരം ചോദിക്കുന്നത് എങ്ങനെയാ? ഇതില് വലിയ ഫ്ലാറ്റുകളെ ഞങ്ങൾ നിമിഷ നേരം കൊണ്ട് ബോംബ് വെച്ച് താഴ്ത്തിട്ടേക്ക്. പിന്നോട് തന്റെ ആക്രിക്കട നോക്കിയിരിക്കാൻ 4 മില്ലും ബോംബ് വെച്ച് പൊട്ടിച്ച് താഴോട്ടങ്ങ് വിട്. ആ അമ്മേ, അല്ല അങ്ങനെ തകർക്കൂ? അല്ല അങ്ങനെ തകർക്കാൻ വരട്ടെ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇത് പരിസ്ഥിതി പ്രശ്നം വല്ലതും ഉണ്ടാക്കുന്ന സ്ഥലമാണോ? അല്ല. ഇതിന്റെ അടുത്ത് കുളവോ കായലോ ഇല്ല. ഈ കായൽ ഒരുപാട് ദൂരത്തിലാണ് കിടക്കുന്നത്. ഇതിന് കുഴപ്പമൊന്നുമില്ല കേട്ടാ. ഈ കട പൊളിക്കണോന്ന് ഞങ്ങൾ വിചാരിച്ച ഇതിന്റെ അടുത്തൊരു കായൽ വെട്ടാനും ഞങ്ങൾക്ക് അറിയാം. ആണോ? എന്നാ ഇത് വളരെ നിസാരമായിട്ട് തള്ളി എന്റെ വീട്ടിൽ കൊണ്ടുപോകാനും എനിക്കറിയാം. ദാസാ വാടാ. വിജയൻ ചേട്ടാ, എന്താടാ? എന്താണിത്? എന്താ വികസനം വരുമല്ലോ, നമ്മളങ്ങ് ഒഴിഞ്ഞു കൊടുക്കുക. അല്ലാതെ അത് ശരി തന്നെ. പക്ഷെ വിജയൻ ചേട്ടാ, നമുക്ക് എന്താണ് ഈ ബുദ്ധി നേരത്തെ തോന്നാഞ്ഞത്? ദാസാ, എല്ലാത്തിനും അതിൻ്റെതായ സമയവും കാലവും ഉണ്ട് ദാസാ. എന്നാ പോട്ടെ.